സംഭവം നമ്മുടെ പണി തുടങ്ങിയേക്കണ്. ഹായ് 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 ചേക്കാ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ നീച്ചട്ടോ, നമുക്ക് നേരെ നാഗാലാൻഡ് വിടണം. ഇന്നലെ അവിടെ കിടക്കാതെ ഇങ്ങോട്ട് തന്നെ പോന്നിക്കണെങ്കില് ആ ടോൾ പ്ലാസയിലൊക്കെ. അതെ, ടോൾ പ്ലാസ. അല്ലാതെ പോരുവാണെങ്കിൽ ഇവിടെ ഒക്കെ നോക്കാം, വണ്ടി ഇറക്കാനുള്ളൊരു സ്പേസ് ഇവിടെ ഉണ്ട്. നമുക്ക് അറിയില്ലല്ലോ, അറിയില്ല. പോകുന്നിടത്തൊക്കെ കഴിഞ്ഞിണ്ടാവും. അതെ അതെ ചെങ്ങന്മാരെ. അപ്പോ ദിമാപൂരിലേക്ക് പോകുമ്പോൾ ഒരു കാടാണല്ലേ, കാടുണ്ട്. പക്ഷേങ്കില് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. നല്ലൊരു ഒതുക്കം, സൈലന്റ് ആയിട്ടുള്ള ഒരു കാട് എന്ന് വേണമെങ്കിൽ പറയാലടാ. സൈലന്റ് കാട്, സൈലന്റ് വാലി പോലെ അല്ലേ, സൈലന്റ് കാടാണ്. ഞങ്ങൾ ഈ കാട്ടിലൂടെ അങ്ങനെ പയ്യെ പൂമ്മനെയും കൊണ്ട് അങ്ങനെ പറന്നിക്കാണ്. പൂമ്മന്റെ സ്റ്റിയറിങ്ങിന് എന്തോ ഒരു സൗണ്ട്, ചെറിയ സൗണ്ട്. കുണ്ടും കുഴിയും വല്ല ചാട്ടമാണ്, കിരി 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 എന്ന സൗണ്ട്. ഇപ്പല്ല, അത് ഇങ്ങനെ കുണ്ടിലും കുഴിയിലൊക്കെ ചാടുമ്പോ ഉണ്ടത്. ഇപ്പൊ കുറഞ്ഞിട്ടോ, ഇപ്പൊ ഒന്ന് കുറഞ്ഞേക്കുവാണ്. അപ്പൊ പൂമ്മനെ നമുക്ക് ഇനി കാണുന്ന വർക്ക്ഷോപ്പൊക്കെ കാണുവാണെങ്കിൽ അവിടെ വന്ന് കയറ്റിയിട്ട് പൂമ്മന്റെ സ്റ്റിയറിംഗ് സൈഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കാം. എന്താ സംഭവം ഇല്ല, അതൊക്കെ എപ്പോഴും ഒരു പോകാവാം. ഇതൊക്കെ ഇരുമ്പിനും ജീവൻ വെച്ച് ഓടാണ്, ഒക്കെ ശ്രദ്ധിക്കണം. 50 രൂപ വെള്ളത്തിന് ഷീനിഷിൻചാ എന്ന് പറയുന്ന ഒരു ടൗണിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ നിന്ന് വെള്ളം നിറച്ചിട്ട് പോവാന്ന് കരുതി. നമ്മൾ അങ്ങോട്ടാട്ടോ പോകേണ്ടത്, ഇങ്ങോട്ടല്ല. ഞങ്ങളവിടെ തിരിച്ചതാണ്, ഇവിടെ തിരിച്ചതാണ്. നമ്മൾ വന്ന വഴിയാത് തിരിച്ചിട്ടതാ. ഇനി ഇതിലെ വെള്ളം എടുത്തിട്ട് നമുക്ക് പോവാം. ഇനിയും ഇവിടെ 10-50 കിലോമീറ്ററൊക്കെ പോകാണ്ട്. എടുക്കല്ലേ? വെള്ളത്തിന് 50 രൂപയുടെ പലയിടത്തും പല റേറ്റ് ഉണ്ട് കേട്ടോ. അത് നോക്കണ്ട അല്ലേ, അത് നോക്കണ്ട. അറിയാം, നോക്കണ്ട. അല്ലെങ്കിൽ നോക്കണ്ടാണ്ട് കാര്യമില്ല, അത് കിട്ടണില്ല. നനഞ്ഞിട്ട് കിട്ടിയേ എടാ നമ്മളെ കത്തി അപ്പുറത്താണ്. അത് കിട്ടില്ലല്ലേ, കത്തി ഉപയോഗിക്കേണ്ടി വന്നു. ആദ്യമായിട്ട് നമ്മൾ കത്തി ഉപയോഗിച്ചാണ്ട് ഈ ക്യാനൊന്ന് കുടിക്കാം കേട്ടോ. കുടിക്കാൻ ഒഴിച്ചോ കുടിച്ചു. ഇത് എത്ര ആണിത്? ഇതൊക്കെ 20 50 റുപ്യ റേറ്റ്. അയാളങ്ങനെ കാണിച്ചത് നന്നായില്ലേ? അതിനുശേഷം പിന്നെ ഇതാ വരും. അതെ, മറ്റേ റിസ്ക് ആണ് ബക്കറ്റില് ഇതാക്കി സമയം കുറെ എടുക്കും ചെയ്യും. അപ്പൊ ഞങ്ങള് മറ്റേ എന്താ പറയാ, അവിടുന്ന് ഈ പറഞ്ഞ വെള്ളമൊക്കെ എടുത്തു. ഇത് 2 സർജിക്കൽ ഗ്ലൗസ് ആണ്. നമ്മള് സുക്കോലി കയറുമ്പോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അറിഞ്ഞിടത്തോളം നല്ല തണുപ്പാണ്. സുക്കോലിയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. നമ്മൾ ആദ്യം ഫെസ്റ്റിവലെല്ലാം എടുക്കാൻ വേണ്ടി കയറുന്നത്. സുക്കോലി നീ അടിക്കും നല്ല തണുപ്പാകും, നല്ല കിളരാകും, കാറ്റ് പോലൊരു വൈകിട്ടപ്പാണ്. നമുക്ക് കുറച്ച് പച്ചക്കറി കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ടൗൺ വിടാം. ഞങ്ങളിവിടെ ATM ഉണ്ടോ ചോദിച്ചെങ്കിൽ ATM ഇല്ല അല്ലെ. ഇവിടെ ഒരുപാട് പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഉണ്ട്. പക്ഷെ പച്ചക്കറിൻ്റെത് അത് എവിടെയാണ് എന്നറിയില്ല. അതെ, അത് ഇവിടെ എവിടെയോ ഉണ്ട്. പച്ചക്കറി മാത്രമാണ് കാണാത്ത. ഫ്രൂട്ട്സ് കുറെ ഇതിലൊക്കെ ഫ്രൂട്ട്സ് കെട്ടി കിടക്കണേ. ഓറഞ്ച് വെള്ളത്തിനൊക്കെ അല്ല അതെ, കുറച്ച് ഓറഞ്ച് വാങ്ങിയതാ. അറിഞ്ഞല്ലോ, അറിഞ്ഞു. ഇവിടെ എന്താ വഴിയാ? അല്ല, പച്ചക്കറിയും ഉണ്ട് ഓറഞ്ചും ഉണ്ട്. നമ്മൾ കുറച്ച് ഓറഞ്ച് വാങ്ങാം. ഓ ഭയ്യ, ഓറഞ്ച് കിട്ടണേ 120 kg 1 kg ഏതോ? ആ, 120 റുപ്യാണ് 1 കിലോന് പറയുന്നത്. അത് നമുക്ക് 1 കിലോ എടുക്കാം. പിന്നെ ഇവിടെ പലഹാരങ്ങളായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ആപ്പിൾ വേണോടാ? ഇത് വേണ്ടല്ലേ, ഓറഞ്ച് പോരെ. പിന്നെ ഇത് കൂണാടാ അല്ലേ? ഇത് കൂണാണ്. മഷ്റൂം ഓ മഷ്റൂമാണ് ഞാൻ പറഞ്ഞില്ലേ, കൂണ. അത് വേണ്ട, നമുക്കിവിടെ കടലുണ്ട്. പിന്നെ തക്കാളി വേണം. ടൊമാറ്റോ കിട്ടണേ? ടൊമാറ്റോ
टमाटर 80 रुपये किलो 80 80 ഓ ആധാ കിലോ അതെ. പിന്നെ അച്ചപ്പം കണ്ട അച്ചപ്പം ചെറിയ പേക്ക് അച്ചപ്പടാ കിട്ടുന്ന പയ്യ 40 40 റുപ്യ കേട്ടോ ഇതിന് വില. 1/2 കിലോനല്ലേ 1/2 കിലോന് ഏകദേശം 2 തൂക്കം വെച്ച് കൊടുത്തോളൂ. പിന്നെ 40 റുപ്യക്കൊന്നും നമുക്ക് അച്ചപ്പം തിന്നണ്ടപ്പോൾ. പിന്നെ ബ്രെഡ് നമ്മൾ വാങ്ങി. ഇതെന്താ സാധനം? ബ്രെഡിൻ്റെ പോലെ തന്നെ ഒരു കേക്ക് ഐറ്റം ആണ്. അത് വേണ്ട എനിക്കിഷ്ടമല്ല. എനിക്ക് വേണമെങ്കിൽ അവിടെ കൊടുക്ക്. എന്താ മിർച്ചിതേതോ തോടാ. അങ്ങനെയെങ്കിൽ ഉള്ളിക്കും 80 റുപ്യാണ്. അങ്ങനെ അതും 1/2 കിലോ, തക്കാളി 1/2 കിലോ, ഉള്ളി ഒരു 20, പച്ചമുളക് ഒരു 20 റുപ്യക്ക്, പിന്നെ ഒരു 20 റുപ്യേൻ്റെ ഇഞ്ചി, അത്ര സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളുടെ ഗാഡി ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് സാധനം വെക്കുക അല്ലേ. ആയിക്കോ വെച്ചോളാം, ഇപ്പം ആയിക്കോട്ടെ വെച്ചോളാം, അങ്ങനെ തന്നെ വെച്ചോളാം. നമുക്ക് പിന്നെ ഓറഞ്ചിൻ്റെ അടുത്ത് പുറത്തേക്ക് വെച്ചോളാം. ഓറഞ്ച് ഏതാ? അതാണല്ലേ. ഓക്കെ ഒക്കെ ഇവിടെ കറുത്ത കവറാണ് കേട്ടോ. നമ്മളത് എന്താ പറയുക, നല്ല രീതിയിൽ ഇപ്പം നമ്മളെവിടെയും കളയില്ല. നമുക്ക് എവിടെയെങ്കിലൊക്കെ ബാസ്ക്കറ്റ് കിട്ടുവാണെങ്കിൽ അവിടെ കളയാം. നമ്മുടെ കയ്യിൽ കുറേ ഉണ്ട് കവർ കുറേ ഉണ്ട് കളയാം. എല്ലായിടത്തും നമ്മൾ കവർ വാങ്ങേണ്ട ആവശ്യമില്ല ശരിക്കും. പിന്നെ എന്താ വെച്ചാൽ നമ്മളിത് കവറില്ലാതെ മറന്നിട്ട് പോവുകയാണ്. ഇനി അടുത്ത പ്രാവശ്യം ഒന്നും കവറില്ലാതെ പോയിട്ട് നമുക്ക് നമ്മുടെ അടുത്തുള്ള കവറിൽ തന്നെ വാങ്ങിയിട്ട് വരാം. പോകുന്ന വഴി ഞങ്ങൾ പോവുമായിരുന്നു. അവിടെ നിന്ന് പോകുന്ന സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് പിന്നെയും പോകുമായിരുന്നു. പോകുന്ന വഴിയിലൊരു മാർക്കറ്റ് കണ്ടു. അപ്പോൾ ഒരു മാർക്കറ്റ് ഒന്ന് കയറിയിട്ട് പോകാമെന്ന് കരുതി. ഞാൻ അവിടേക്ക് കയറുന്നതിൽ കാരണം ഉണ്ട് ഇപ്പോൾ. അതായത് അവിടെ ടോർച്ച് ഐറ്റംസ്, ലൈറ്റ് ഐറ്റംസ് കുറേ കണ്ടു. അപ്പോൾ നമ്മൾക്ക് ഏതെങ്കിലും കുറേ വാങ്ങാൻ പറ്റുകയാണെങ്കിൽ വാങ്ങാം. അല്ല ഈ വണ്ടി കൂടെ ബസ് പോവാം. ഇതാണ് കോഴിക്കോട്ട. ഞാൻ പറഞ്ഞില്ലേ, നാടൻ കോഴികൾ, താറാവുകൾ, എല്ലാവിധ സാധനങ്ങളും ഉണ്ട് കേട്ടോ. താറാവാണത്, വെറും താറാവ് വേണേൽ താറാവ് കൊണ്ടുപോയിക്കൊള്ളാം. അതാ കായ് എണ്ണൽ തുടങ്ങി. മാർക്കറ്റിൽ കാണുന്ന കൊട്ടത്താറാവ് കൊട്ടക്കോയി തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ അപ്പുറത്ത് കണ്ട് പോയി കഴിഞ്ഞാൽ വെറ്റിലാട്ടക്ക. വെറ്റിലാണ് കൂട്ടി വെച്ചത്. ഇവിടെ എവിടെയാണ് ഇത് വിത്തുകൾ, പലവിധ പയർ, അതുപോലെ തന്നെ പച്ചക്കറി വിത്തുകളാണ് കാര്യമായിട്ട്. ഇതൊക്കെ വിത്തുകളാണ്. ഇവിടെ ടോർച്ച് ടോർച്ചൊക്കെ റിപ്പയർ ചെയ്ത് കൊടുക്കും. എന്നാ സാധനം മനസ്സിലായില്ല. അവിടെ ആക്കണ്. ക്രിസ്മസ് ആയില്ലേ, സ്റ്റാറാക്കണ. ക്രിസ്മസ് സ്റ്റാറുകളുണ്ട്. അതെ, ഇതില് 2 സ്റ്റാറുകൾ ഇതിൽ പോകുന്നുണ്ട്. ഞങ്ങളാരും മൈൻഡ് ആക്കണില്ല. കൈ സോക്സുകൾ വേണോ? സോക്സ് വാങ്ങിക്കോ. നമുക്ക് നല്ല ഗ്ലൗസ് ഇട്ടാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ലൈറ്റുകൾ. മനസ്സിലായോ? ലൈറ്റ് അതിൽ ഏതെങ്കിലും നമുക്ക് പറ്റുന്ന സാധനം ഉണ്ടോ? നോക്കട്ടെ കേട്ടോ. നമുക്ക് പറ്റുന്ന സാധനം ഏതെങ്കിലും ഉണ്ടോ? കത്തുണ്ടോ? കത്തുണ്ട്. 250 റുപ്യ. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സാധനം ഉണ്ട്, എന്താ പറയുക, ഡിസിറ്റ് AC. പക്ഷേങ്കിൽ ഇത് നമുക്ക് പറ്റില്ല. ഇത് 200 ഉള്ളൂ. 200 അല്ല വയ്യ, 100 വാൾട്ട്. പിന്നെ ഉള്ളത് മൂപ്പരേക്കുള്ള 200-ൻ്റെയാണ്. 200 പോലെ നമ്മൾക്ക് നമ്മുടെ ലാപ്ടോപ്പ് വർക്ക് ആണെങ്കിൽ 250. പിന്നെയുണ്ട് ഇതുപോലത്തെ കടകൾ. പക്ഷേങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് അത്ര തന്നെ ഉള്ളൂ. പിന്നെ സോളാർ ലാമ്പുകളുണ്ട അല്ലേ. പിന്നെ അങ്ങോട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ മാർക്കറ്റ് തന്നെ കേട്ടോ. അവരും മുന്തിരിയോ? അങ്ങനെയുള്ള പിന്നെ കൊട്ട, പാത്രം തുടങ്ങിയ സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള അങ്ങനെ ഉണ്ട്. അയ്യോ, ഈ ഒരു മാർക്കറ്റ് ഒരു സംഭവം മാർക്കറ്റാട്ടോ. അല്ലേ? കൂട്ടായി. പിന്നെ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതിൽ ഏത് നമുക്ക് തമിഴ്, കേരള, മലയാളം, മലയാളം, കേരള, മലയാളി. ഞങ്ങള് മലപ്പുറം. നിങ്ങള് നാട്ടിൽ വന്നിക്കണല്ലേ ജോലിക്ക്? തിരുവനന്തപുരം. ഓ ഗായ്സ്, നമ്മുടെ തിരുവനന്തപുരത്ത് ജോലി ചെയ്തിട്ടുള്ള ആളാ. നിങ്ങളുടെ പേരെന്താ? ലിവിസൺ. ഓ, ഇവിടെയാണ് വീട്? ശ്രീകണ്ഠേശ്വരം. ഇല്ല, ഞങ്ങള് മലപ്പുറം, വേറെ ജില്ലയാണ്. ഞങ്ങള് തിരുവനന്തപുരം അല്ല, വേറെ ജില്ലയാണ്. കേരളം തന്നെ. തിരുവനന്തപുരം ഞങ്ങളെ ലാസ്റ്റ് അറ്റല്ലേ, ഈ അറ്റത്താണ് ഞങ്ങള് നാഗാലാൻഡിലേക്ക് പോവാണ്. അവിടെ ഫെസ്റ്റിവല്
അദ്ദേഹത്തിന്റെ അങ്കിളാണ്. ഓക്കെ, ഈ ഇവിടേക്കുള്ള ഈ സ്ഥലത്തിന്റെ പേരെന്താ? ആ അല്ല, ഈ സ്ഥലത്തിന്റെ പേര്, മാർക്കറ്റ് പേര്? ജപ്ലജാൻ. ആ, ജപ്ലജാൻ മാർക്കറ്റ്. ठीक है. അപ്പോൾ ഞങ്ങൾ ജപ്ലജാൻ മാർക്കറ്റ് ഇദ്ദേഹത്തെ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നത്, അപ്പോഴാണ് കണ്ടത്. आपका नाम बोलो? केडी. ഓ സൂപ്പർ. ഓക്കെ, ബൈ. താങ്ക് യു ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇനി നമ്മൾ ഉള്ളിൽ കൂടെ അങ്ങനെ പോവാണ്. നമ്മൾ മലയാളം പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മോനെ, ഉണക്കമീനിൻ്റെ ഒരു സാഗരമാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഉണക്കമീൻ. ഓക്കെ. പിന്നെ ഇവിടെ പച്ചക്കറി, സോപ്പ് തുടങ്ങിയ എല്ലാവിധ മാസം. ഹായ്. മുളക് പൊടി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ പരിപ്പ്, കടല തുടങ്ങിയ നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വേണ്ട. പരിപ്പ്, കടല തുടങ്ങിയ സംഭവങ്ങൾ എന്തെങ്കിലും. ഹായ്. കേരള ടീക്കേ. കേരള. അച്ചാറുകളുണ്ട് അതിലെ, ഉള്ള അച്ചാറുകളാണ്. പിന്നെ ഇങ്ങനത്തെ നക്ഷത്രം വേണമെങ്കിൽ വാങ്ങി വെക്കട്ടോ. ക്രിസ്മസ് ആയില്ലല്ലോ, ക്രിസ്മസ് ആവട്ടെ. ക്രിസ്മസ് ആയിട്ട് വേണം നക്ഷത്രം വാങ്ങാൻ. ഇവിടെയും തന്നെ അതുപോലത്തെ ഐറ്റംസ് ഉണ്ട്. പക്ഷേ എങ്കിൽ നമ്മുടെ വോൾട്ട് 250 വോൾട്ടിൻ്റെ സാധനമില്ല അല്ലേ, അല്ലെങ്കിൽ നമുക്ക് വാങ്ങാറുണ്ട്. പിന്നെ ഇവിടുത്തെ ചായക്കട, ചേച്ചിമാർ നടത്തുന്ന ചായക്കട. അവിടേക്ക് അങ്ങോട്ട് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഫുഡിൻ്റെ ഒരു ഏരിയ ആണ് അല്ലേ. അതിൻ്റെ അപ്പുറത്ത് കണ്ട് ഡ്രസ്സിൻ്റെ ഏരിയ. ഇതിൽ എനിക്ക് തോന്നുന്നു ഫുഡ് മാത്രമല്ല എനിക്ക് തോന്നുന്നത്. ഇവിടെ ദാറും ഉണ്ടോ ഡൗട്ട് ഉണ്ട് എനിക്ക്. ഓ, ഇതൊക്കെ ഫുള്ള് ഫുഡിൻ്റെ ഏരിയ, ഡ്രസ്സിൻ്റെ ഒരു ഏരിയ ആണല്ലോ, ഫുഡിൻ്റെ ഏരിയ അല്ലേ. തണുപ്പിനൊക്കെ ഇടാൻ പറ്റുന്ന ഡ്രസ്സാടാ അല്ലേ. ആഹാ, ഇതിനൊന്നും റേറ്റ് ചോദിക്കുന്നില്ല കേട്ടോ. നമ്മൾ റേറ്റ് ചോദിക്കാതെ ഇങ്ങനെ ജസ്റ്റ് ഇതേ കണ്ട് പോവാന്നുള്ള ഒരു ധാരണയിലാണ് ഞങ്ങൾ. ഇതിങ്ങനെ വലിയൊരു ഗ്രൗണ്ടാണ്. ഈ ഗ്രൗണ്ടിൽ ഫുള്ളായിട്ട് ഈ ഒരു സൈഡിലേക്കൊക്കെ കണ്ട ഇതിലൊക്കെ ഉണ്ട്. ഡെയിലി ഉണ്ട് എന്നെല്ലാം പറഞ്ഞ്. ആഴ്ചയിലോട്ടാണോ? എന്തായാലും സൂപ്പറായി, നല്ല രസമുണ്ട് കാണാൻ. ഇത്രയും വലിയ മാർക്കറ്റ് നമ്മൾ കയറാതെ പോയിട്ടുണ്ടെങ്കിൽ ഇത് കാണാൻ പറ്റില്ല. വലിയൊരു മാർക്കറ്റാണ്. അങ്ങനെയെങ്കിൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി, മാർക്കറ്റിൻ്റെ പുറത്തേക്ക് ഇറങ്ങി അല്ലേ. സ്റ്റാർട്ടിങ് ഏരിയക്ക് തന്നെ വന്നു. ഇനി നമ്മൾ നമ്മുടെ വണ്ടി അവിടെയാണ്, വണ്ടിയുടെ അടുത്തേക്ക് പോവാം. ഇതിൻ്റെ മാർക്കറ്റിൻ്റെ ഭാഗം കണ്ടില്ലേ, ഇങ്ങനെയൊക്കെയാണ് മാർക്കറ്റ്. ഒരു സൈഡായിട്ട് നമ്മൾ പോയുള്ളൂ. ഇനി ഈ സൈഡിൽ മാർക്കറ്റ് ഫുൾ ഓൺ നോക്കിപ്പോ വണ്ടിയുണ്ട്. ഫുൾ പവറാണ്. ഇവിടെ നമ്മുടെ നാട്ടിലെ അതേ ഓട്ടോറിക്ഷയാണ് അല്ലേ, നമ്മളുടെ വണ്ടികൾ തന്നെയാണ് അവിടെ ഉള്ളത്. ഇതിനകത്ത് കൂടെ ഇഷ്ടംപോലെ ഏരിയ ഉണ്ട്. ഒരുപാടുണ്ട്, ഒരു രക്ഷയല്ല കേട്ടോ. മാർക്കറ്റ് കിടുക്കാച്ചി. ചന്തയാണ്, ചന്ത അല്ലേ. ചന്തയാണ്. ചന്തയാണ്. ഓ, കമ്പിളിയൊക്കെ നോക്കാം. കൈക്കോട്ട് വേണമെങ്കിൽ എല്ലാം ഉണ്ട്. ടൂൾസുകൾ, എല്ലാവിധ സാധനവും കിട്ടും. ഓ, ഇത് എനിക്കൊണ്ട് ഇവിടേക്ക് ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ കെട്ടുകണക്കിന് പൈസ വേണം. അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങാം. നമുക്ക് ആവശ്യ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഉള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം വാങ്ങാൻ വേണ്ടി തോന്നി. പാത്രങ്ങളുടെ ഒരു ഏരിയയൊക്കെ നമ്മൾ പോകണം. വലിയ അലുമിനിയം ചെമ്പുകൾ ഉണ്ടാ. വലിയ അലുമിനിയം ചെമ്പുകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അലുമിനിയത്തിൻ്റെ പാത്രങ്ങളാണ്ടാ പോലെ നേരത്തെ. ഇവിടെ നമ്മളവിടെ സത്യത്തിൽ തൂക്കത്തിനാണ് വില നിശ്ചയിക്കുന്നത്. പക്ഷേ ഇവർ വില ഇട്ട് വെച്ചേക്ക് പോകും. നമ്മളവിടെ അങ്ങനെ വില ഇട്ട് വെക്കലുണ്ട്, പക്ഷെ എന്നാലും തൂക്കം നോക്കും അല്ലേ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് നമുക്ക് വേണ്ട ഒരു സാധനം ഉണ്ടായിരുന്നു, അത് ഇവിടെ ഇല്ല. കവണ ഉണ്ടാക്കുക, ചെരുപ്പ് കുത്തിയല്ലേ, ചെരുപ്പ് റിപ്പയറിംഗും ഉണ്ട്. അവിടുത്തെ ആളുകളൊക്കെ എപ്പോഴും കവണ വെച്ചിറക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ നാട്ടിലെ ആ സാധനം പറ്റാത്ത സാധനം. നമ്മളെ പൈസയാണല്ലോ, അതിന്റെ ആവശ്യമില്ല. আৰু সৰু ল'ৰা ছোৱালীক দুচামুচকৈ খুৱাব। এই চালচা আপুনি এবাৰ ব্যৱহাৰ কৰিলে আপোনাৰ দেহৰ সকলো ৰোগৰ পৰা আপুনি আৰোগ্য পাব। 10 रुपए कितना पैसा? চুটিকা, পদৰ মাহেকীয়া গণ্ডগোল, বগা চাপ যোৱা, তলপেট বিষৰ বাবে এসপ্তাহ সেৱন কৰা আয়ুৰ্বেদিক। ഇവിടെ കുറെ പൈസ ഉണ്ട്, മൂപ്പര് എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കീറിയ പൈസ 10 रुपए 5 रुपया 100 रुपये कितने? পেটৰ বিষ, গা দুৰ্বল লগা আদিৰ বাবে ব্যৱহাৰ কৰক। 50 आधा पैसा। সকলো মহিলাই ব্যৱহাৰ কৰিব পাৰে। ബൈ। ইয়াৰ কোনো সাইড പകുതി പൈസ, അങ്ങനെയാണ് അതിൻ്റെ പരിപാടി. ഏതായാലും അടിപൊളി. ഒരാളെങ്കിൽ ഒരാൾ കീറിയ പൈസ ഉണ്ടെങ്കിലും മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ സാധനം കിട്ടും കേട്ടോ. അതിന് പേടിക്കണ്ട. അതെ,
എന്താണ് മേഡങ്ങൾ എന്തോ പറഞ്ഞു പോയി. ഞങ്ങളെ നോക്കി ചിരിച്ചാണ്ട് ഞങ്ങളെ കണ്ടാൽ തന്നെ അറിയാം. ചിരിക്കാനും തോന്നി ഞങ്ങളെ കണ്ട. നമ്മളതേ സ്പീക്കർ ആക്കണോണ്ട് അവിടെ അല്ലേ? दो महीने ट्रैवलिंग 2 months. 2 months कंटिन्यू आसाम, मेघालय, अरुणाचल प्रदेश, हाय पूरा नॉर्थ ईस्ट ट्रैवलिंग 4 महीने. कैसा है अबे हम लोग का असम कैसा? आसाम अच्छा है. हिंदी आता है? हिंदी थोड़ा अच्छा है. कैसे असम? हाँ आसाम अच्छा है. आसाम पूरा अच्छा है. आसाम वहाँ केरला से आसाम आदमी का ज्यादा है. तो हम लोग गया था त्रिशूर, अलवार, उधर रुकता है. मालापुरम डिस्ट्रिक्ट में गया. मलप्पुरम डिस्ट्रिक्ट है. मैं मालापुरम डिस्ट्रिक्ट में गया था तो ओह ठीक है. 6 months उधर बैठा. वाह केरला अच्छा है. हाँ अच्छा है. असम जैसा है. उधर भी वो सुपारी का पेड़ है, यहाँ भी सुपारी का पेड़ है. अच्छा है. अच्छा है मैं ठीक है. देखा गाड़ी देखा, फिर ये लोग आया है तो मैं कैमरा करते करते उधर गया तो मैं देखा. Yes, market. आने का टाइम में मार्केट विजिटिंग करूंगा ऐसा बोला. आपका नाम? मेरा नाम दिविनसन सांगमा. दिविनसन सांगमा. फ्रॉम आसाम, कार्बी आंगलंग डिस्ट्रिक्ट, विलेज जपराजान. Yes. Yes. Represent village. Japrajan village. This is a weekly market Saturday. Only Saturday. Only Saturday. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ മാർക്കറ്റ്. അപ്പം അങ്ങനത്തെ സംഭവം ഉണ്ട്. My Bhatija. Bhatija means my bhabi लड़की है. ठीक है. അതായത് മൂപ്പര അച്ഛൻ്റെ കസിൻ സിസ്റ്റർ. ഓക്കെ तुम लोग केरला से ही? She's calling me चाचा. ചാച്ച. ठीक है അങ്കിൾ അപ്പം അതന്നെ. ഓക്കെ ബൈ. Okay. Thank you. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ടോർച്ച് ചാർജ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നത് സത്യം പറഞ്ഞാൽ ഒരുപാട് പേരാണ് കേരളത്തിൽ ജോലി ചെയ്ത ആളുകൾ. അവർക്ക് നമ്മളോടുള്ളൊരു എന്താ പറയാ ബഹുമാനം എന്ന് വേണമെങ്കിൽ പറയാം. ഇഷ്ടത്തിനപ്പുറത്ത് ഒരു ബഹുമാനത്തോട് കൂടിയുള്ള സംസാരമാണ് അത്. പിന്നെ എത്ര ആൾക്കാർ ഇപ്പൊ കണ്ടു പോലെ മലയാളം അറിയുന്നവർ തന്നെ ഒരുപാട് പേരുണ്ട്. കുറച്ച് മലയാളം അറിയുന്നവരുണ്ട്. KL നിന്ന് കണ്ടിട്ടാണ് ഇപ്പൊ ആ ഒരു ചേട്ടനും ചേച്ചിയും വന്നത്. അവര് നമ്മളെ വീഡിയോ കണ്ടോണ്ടിരിക്കാണ്. അവർക്കൊക്കെ ഒരു കേരളം അവർക്കൊരു ഇഷ്ടമാണ് കൈസ് നമ്മുടെ. കാരണം എന്താ വെച്ചാൽ ഇവർ അവിടെ വന്ന് വർക്ക് ചെയ്തുകൊണ്ട് ഇവർക്ക് അറിയാം നമ്മൾ എങ്ങനെയാണ്, നമ്മുടെ പെരുമാറ്റം എന്താണ്, നമ്മുടെ സ്വഭാവം എന്താണ്, എല്ലാം കൊണ്ട് അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതാണ് അവർ പറയണത്. കേരളം എന്ന് കാണുമ്പോ തന്നെ അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലമാണ് നമ്മുടെ നാടെങ്കിൽ അവര് നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവര് വളരെ പുച്ഛഭാവത്തോടെ അതുപോലെ തന്നെ നമ്മളോട് കുറച്ചും കൂടി ദേഷ്യമായിട്ട് മോശമായ രീതിയിലേ പെരുമാറുള്ളൂ. പക്ഷെ ആ രീതിയിൽ നമുക്ക് ആസാമിൽ ഇതുവരെ കിട്ടിയിട്ടില്ല ഒരു അനുഭവം നമ്മൾക്ക് ഉണ്ടായില്ല. കാരണം ആസാമിലെ ഒരുപാട് പേരാണ് നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്നത്. അവരുടെ കുടുംബം നമ്മുടെ നാട്ടിൽ ജോലി ചെയ്തുകൊണ്ട് അവരുടെ കുടുംബത്തെ നോക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബത്തിനും നല്ല ഒരു കാര്യങ്ങളാണ് അവർ പറഞ്ഞു കൊടുത്തത്. കാരണം നമ്മളോട് ഇന്നലെ താത്ത എന്താ പറഞ്ഞത്, നമ്മള് മറ്റേ നാഷണൽ പാർക്കിനവിടെ നിലടാ. അപ്പൊ ആ താത്ത എന്താ പറഞ്ഞത്, താത്താന്റെ ഹസ്ബൻഡ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. വീഡിയോ കോളൊക്കെ ചെയ്ത് താത്ത പറയാണ് കേരളത്തിലെ ആളുകൾ നല്ലവരാണെന്ന് ഇക്ക പറഞ്ഞിട്ടുണ്ട്. അതായത് മൂപ്പര് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. പറഞ്ഞു മനസ്സിലാക്കി നമ്മൾക്ക് വരുന്നൊരു എന്താ പറയാ സന്തോഷം ഉണ്ടല്ലോ, സന്തോഷം ഒരു ഉള്ളിലുണ്ട് നമുക്ക് കയറാൻ. ഒരു മലയാളി, ഒരു കേരളക്കാരൻ എന്ന നിലയിൽ നമ്മൾക്ക് വരുന്ന ഒരു ചെറിയൊരു അഹങ്കാരം ഉണ്ട് നമുക്ക് അവിടെ. അത് അഹങ്കാരം തന്നെ പറയാണ്ട് അല്ലെ. പിന്നെ എന്താ പറയാ വരുമ്പോ പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ഇവരോട് ആ ഒരു റെസ്പെക്ട് കീപ്പ് ചെയ്തുകൊണ്ടും അവിടെ നിന്നും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നല്ല സുഖകരമായിട്ട് ആസാമിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി പറ്റും അല്ലടാ. പിന്നെ ഗൈസ് അതിലെ പോയി കഴിഞ്ഞാൽ ദിമാപൂർ അല്ലെ. നമ്മള് പോകേണ്ടത് കൊഹിമ അല്ലെ. കൊഹിമ അതായത് ഇവിടുന്നാണ് ഞാൻ ILP കിട്ടുക എനിക്ക് അറിയില്ല. ILP നമ്മൾ ഇതുവരെ എടുത്തില്ല. ഇത് ആസാമാണ്. ഇവിടുന്ന് നമ്മൾ ഇനി ഹൈവേയിൽ കയറി കഴിഞ്ഞാല് എത്ര കിലോമീറ്റർ, കുറച്ച് വലിയ ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരമുള്ളൂ. ഇത് പുതിയ ഹൈവേ ആണല്ലോ. പുതിയതാണ്. വലിയ പണിയൊന്നും തീർന്നില്ലല്ലോ. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമുക്ക് നോക്കാം. ഞങ്ങളിവിടെ അവിടുന്ന് നമ്മളെ കണ്ട ലോക്കൽസ്, ഇവിടുത്തെ ലോക്കൽസിനോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് ഈ ഫെസ്റ്റിവലിന്റെ ടൈം ഉണ്ടല്ലോ 10 ദിവസം, ഈ 10 ദിവസം പെർമിറ്റിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഈ 10 ദിവസം പെർമിറ്റ് ഇല്ല. ഈ 10 ദിവസം 2-3 ആൾക്കാരോട് നമ്മൾ ചോദിച്ചു നോക്കിയപ്പോ അവരൊക്കെ അതാ പറയണത്. ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ചോദിച്ചു നോക്കി. അപ്പൊ അദ്ദേഹം എന്നെ പറഞ്ഞത്
ഈ 10 ദിവസത്തിന് പെർമിറ്റിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. അതിനപ്പുറത്തേക്ക് ആവുമ്പോഴാണ് പെർമിറ്റിന്റെ ആവശ്യമൊക്കെ വരിക. പിന്നെ നിങ്ങൾ എവിടേക്കാ പോകണമെന്ന് വെച്ചാൽ ഞാൻ പറയാം ഞങ്ങൾ ദുഃഖവാലിക്കാണ് പോകണം. അങ്ങനെയെങ്കിൽ നമ്മൾ ഫെസ്റ്റിവലിന്റെ അപ്പുറത്ത് തന്നെയാണ്, അതായത് നമ്മൾ ഇക്കാം വില്ലേജിന്റെ അല്ലെങ്കിൽ കോഹിമയുടെ ഒക്കെ തൊട്ട് കുറച്ചും കൂടി ദൂരം അങ്ങോട്ടേക്കാണ് ഈ പറയുന്ന ദുഃഖവാലി ഉള്ളത്. അവിടെ പോയി വന്നിട്ട് ഫെസ്റ്റിവൽ എടുത്ത് നിങ്ങൾക്ക് റിട്ടേൺ പോകാനുള്ള ടൈം 10 ദിവസം കൊണ്ട് ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പെർമിറ്റിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഏതായാലും ബോർഡറിലൊന്ന് ചോദിച്ചു നോക്കാം പെർമിറ്റ് വേണോ വേണ്ടത്. മുമ്പ് വന്നവരൊന്നും കുക്കോ ഈ ഹൈവേ കണ്ടിട്ടുണ്ടാവില്ല, മനസ്സിലായോ? അതായത് ഒരു എത്ര വർഷം മുന്നേ പറയാൻ പറ്റില്ല, ഇത് എത്ര വർഷം മുന്നേ തുടങ്ങിയ പണിയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് മുമ്പ് വന്നിരുന്ന ആളുകളൊന്നും ഇത് കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ കാണാൻ വേണ്ടി അവരൊന്ന് കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് ഷൂട്ട് ചെയ്യണ ഈ ഒരു ഹൈവേ. ഇവിടേക്ക് ഞാൻ മനസ്സിലാക്കുന്നത് നാഗാലാൻഡ് റോഡ് വളരെ മോശമാണെന്നാണ് ഞങ്ങളോട് പലരും പറഞ്ഞിരുന്നത്. മോശം തന്നെയാണ്, പക്ഷേങ്കിൽ ഇപ്പൊ ഈ ഒരു ഹൈവേ നമ്മൾ സ്റ്റാർട്ടിംഗ് ഉള്ള ഒരു ഹൈവേ ആണ് കോഹിമയിലേക്ക് പോകുന്ന. അത് അടിപൊളിയാണ്. പക്ഷേങ്കിൽ വൺ സൈഡ് മാത്രമേ പണി തീർന്നിട്ടുള്ളൂ, ഒരു സൈഡ് ഇനിയും പണി കൂടി ഉണ്ടെങ്കിൽ അല്ലേ, ഈ സൈഡും കൂടി. എല്ലാവർക്കും പുതിയൊരു ഇൻഫർമേഷൻ തരുവാണ്. ഞങ്ങളിപ്പോ നമ്മുടെ ബാക്കില് അതായത് പോലീസ് ചെക്ക് പോസ്റ്റ് ആണ്, അതായത് നാഗാലാൻഡ് പോലീസ് ചെക്ക് പോസ്റ്റ്. ഞങ്ങൾ അവിടെ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ ചോദിച്ചു, സാർ ഇന്നർ ലൈൻ പെർമിറ്റ് വേണോ, ഞങ്ങൾ കോഹിമയിലേക്കാണ് പോകുന്നത്, ഇന്നർ ലൈൻ പെർമിറ്റ് വേണോ? അപ്പൊ ഞങ്ങളോട് പറഞ്ഞു ഇന്നർ ലൈൻ പെർമിറ്റ് വേണ്ട, നിങ്ങൾ പോയിക്കോളൂ. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? കേരളത്തിനാണോ? കോഹിമ പോയിട്ട് നിങ്ങൾ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന പറഞ്ഞേ. അപ്പൊ ആ ടെൻഷനും ഇല്ല. ഈ ടൈമിൽ വരുന്നവർക്ക് അപ്പൊ ഇന്നർ ലൈൻ പെർമിറ്റിന്റെ ആവശ്യമില്ല. ഈ 10 ദിവസം കേട്ടോ, ഈ 10 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇന്നർ ലൈൻ പെർമിറ്റ് വേണം. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ആ ഒരു ലക്ക് നന്നായി. അപ്പൊ അതിലും കിട്ടി നമുക്കൊരു അല്ലേ. ഓ ഗൈസ്, അപ്പൊ നമ്മള് യാത്ര ആരംഭിച്ചിട്ട് ഇത് നമ്മുടെ 10ാമത്തെ സ്റ്റേറ്റ് ആണ്. 10ാമത്തെ സംസ്ഥാനത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. മൂങ്ങനെ നമുക്ക് എന്താ പറയാ, ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ പോകുമ്പോ നമുക്ക് തന്നെങ്കിലും ഇനി അങ്ങോട്ടേക്ക് തരുമെന്നൊന്നും അറിയില്ല, പറയാൻ പറ്റില്ല. എന്നാലും ഞങ്ങള് 10ാമത്തെ സ്റ്റേറ്റിലേക്ക്, 10ാമത്തെ സംസ്ഥാനത്തേക്ക് ഞങ്ങൾ കയറിയിരിക്കുകയാണ് ഗൈസ്. അതൊരു ചെറിയ കാര്യമൊന്നല്ല, വലിയ കാര്യത്തിനാണ്. ഇതൊന്നും എടുക്കേണ്ട ആവശ്യമില്ലാതെ ILP ഇല്ലാതെ നാഗാലാൻഡ് കയറിയിരിക്കുകയാണ് ഗൈസ്. കൂമനെ നമ്മൾ സമ്മതിക്കണം, കൂമന്റെ പ്രായം നമ്മൾ മാനിക്കണം അല്ലേ. താങ്ക് യു. कैमरा यूट्यूबर केरला का यूट्यूबर उठने के लिए फिर उसको लगाओ ना, कम से कम यूट्यूबर है तो सेट बेल्ट क्या हुआ? सेट बेल्ट सर बोलो ना, ये तो लगाना यूट्यूबर है कोहिमा फेस्टिवल और नाइट कहाँ गए आप लोग? केरला का है। അവിടെ നാഗാലാൻഡ് പോലീസിന്റെ ഒരു ചെക്കിംഗ് ഉണ്ട്. അവിടെ നിങ്ങൾ കാണണ്ടെന്ന് അറിയില്ലേക്ക്. ഏതായാലും വേറെ സംഭവം ഉണ്ടായി, നമ്മളുടെ വണ്ടി വീണ്ടും സ്റ്റാർട്ട് ആവാത്തൊരു പ്രശ്നം. ഇപ്പൊ ഒരു തള്ളി സ്റ്റാർട്ട് ആക്കിയതാണ്. ഞാൻ സാറുമ്പാടെ തള്ളി. ഓന് സാറുമ്പാടെ ഒരു പ്രായ സാറുണ്ടായി, റിട്ടയർഡ് ആവാനാണ് ആള്. നല്ല സ്വഭാവമാണ്. അതിന്റെ സ്നേഹം അല്ല, ഇന്റെ സ്നേഹമല്ലടാ, അത് അതിന്റെ ഒരു സ്വഭാവം. മൂപ്പര് അങ്ങനെയാണ്, മനസ്സിലായോ? വണ്ടിക്ക് വീണ്ടും ആ പ്രോബ്ലം, സ്റ്റാർട്ടിങ് പ്രോബ്ലം. അതിപ്പോ എന്താ സംഭവം? നമ്മളിതിന്റെ കാര്യമായ രീതിയില് സംഭവങ്ങളൊക്കെ ബാറ്ററി ഒക്കെ, മോട്ടറൊക്കെ പറ്റിയില്ലേ, ഡൈനാമോ ഒക്കെ. ഇനിയിപ്പോ പിന്നെയും ഇങ്ങനത്തെ വിഷയം വരും എന്ന് പറഞ്ഞാല് എന്താ ചെയ്യാ? ക്ലിയർ ആയില്ല എന്നാക്കി ഗൈസ്. നമ്മള് ഡൈനാമോ വീണ്ടും കംപ്ലൈന്റ് ആണ്. നമ്മുടെ ബെൽറ്റ് ലൂസ് ആയതുകൊണ്ട് ചാർജ് കയറില്ലാണ്ട. ബെൽറ്റ് ലൂസാണ്, അപ്പോൾ അതുകൊണ്ട് ചാർജ് കയറുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ കോള്, ഉണ്ണിയേട്ടന് വീഡിയോ കോള് നാട്ടിലേക്ക്, ഇലക്ട്രീഷ്യൻ മൂപ്പരെ നോക്കിയിട്ട് എന്താ പറയട്ടെ. സ്പാൻഡറൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കണ്. സ്പാൻഡറൊക്കെ സെറ്റാണ്. ഓ ഗായ്സ്, നമ്മൾ എന്താ പറയുക, ഇത്ര
ഇപ്പോഴൊന്നും നമ്മള് ഓട്ടോറിക്ഷയിലായപ്പോ കുടുങ്ങിയില്ല. ബൈക്കിലാണ് നിക്കണത്, വെയിലും കൊണ്ടാണ് നിക്കണത്. കൂമൻ എന്നൊക്കെ പുകഴ്ത്തിയോ പണിയാ നിക്കണത്. ഏതായാലും പെട്ടു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലും പുഞ്ചിരിയോട് കൂടി ഞങ്ങളിത് കൈകാര്യം ചെയ്യൂ. ഹലോ, ആ ഇതല്ലേ സംഭവം? എന്തേ നീ എന്താ ചെയ്യാ? ആ ഇതിവിടെ പൊട്ടിയാണ്. ആടാ, അപ്പൊ എന്ത് ചെയ്യാ? നോക്കണ്ട, ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കണത്. ഇപ്പഴാ നമുക്ക് അതിന്റെ എന്തെങ്കിലും സിഗ്നൽ കിട്ടുമ്പോഴല്ലേ. അറിയില്ല, ഞങ്ങള് ഈ റോഡൊന്ന് കാണങ്ങള് കണ്ടങ്ങനെ വിജനമായി കിടക്കുന്ന റോഡാണ്. ഇവിടെ ഒരു സാധനമല്ല. വണ്ടി ഇപ്പൊ തന്നെ നിന്നേ. ചെങ്ങന്മാരപ്പോ ഉണ്ണിയേട്ടനെ വിളിച്ചു. ഡൈനാമ പൊട്ടി. അതായത് പൊട്ടിയെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വെൽഡിങ് ഇല്ലേ, ഇതാണ് ആ പൊട്ടി പറഞ്ഞാണ്ടാ. ഇത് ഇങ്ങോട്ട് മാറിയില്ലേ. അപ്പൊ നമ്മൾക്കിപ്പോ ഇവിടുന്ന് രക്ഷപ്പെടാൻ ആകെ ഒരു മാർഗമുള്ളൂ മൂപ്പര് പറഞ്ഞ്. അതായത് ഡൈനാമോനെ ടൈറ്റ് ആയിക്കണം, ബെൽറ്റ് ടൈറ്റ് ആയിക്കണം, എന്നാലും മാത്രമേ ചാർജ് ആവുള്ളൂ. അപ്പോൾ അതിനുള്ള മാർഗം എന്ന് പറഞ്ഞത് തന്നത് ഡൈനാമോനെ കെട്ടിയിടുക എന്നുള്ളതാണ്. ടൈറ്റിൽ കെട്ടാൻ വേണ്ടി കഴിയണം. ടൈറ്റിൽ കെട്ടാൻ വേണ്ടി കൈയൊന്ന് കരുതണേ അല്ലേ. ഇങ്ങനെയാണ് സംഭവം. ഇവിടത്തെ കെട്ടമൊക്കെ ഇനി ഇതുമ്മക്ക് കെട്ടാണ് പറഞ്ഞത് അല്ലേ. നല്ലോണം ചുറ്റി വലിച്ചാണ്. അപ്പൊ നമുക്ക് കുത്തിട്ട് വലിച്ചാ. നടക്കൂലോ. ഇപ്പൊ ബെൽറ്റ് ഏകദേശം ഓക്കെയാണ്. മതി, ഓക്കെ ഉണ്ട് എന്നാണ് ഞാൻ കരുതണത്. പക്ഷെ എന്നാലും തള്ളി സ്റ്റാർട്ടാക്കണ്ടോ? ഫസ്റ്റ് തള്ളണം. പണ്ട് ഡെക്കറേഷന്റെ പണിക്ക് പോയതുകൊണ്ടേ കെട്ട് പഠിച്ച്. ഡൈനാമോ ടൈറ്റ് ഓക്കെ. ഞാൻ ഒക്കെ പാക്ക് ചെയ്തിട്ട് നമുക്ക് തള്ളി സ്റ്റാർട്ടാക്കണം. കുക്ക് തള്ളും, ഞാൻ സ്റ്റാർട്ടാക്കാം. അപ്പൊ ഞങ്ങള് വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഒറ്റക്കാണ് തള്ളി. അപ്പൊ നമ്മളുടെ ഇനി അടുത്ത് നമുക്ക് ഇൻഡസ്ട്രി കിട്ടുക, നേരെ പോയിട്ട് വെൽഡ് ചെയ്യുക. ഇതെന്താ വെച്ചാൽ അത് എന്താ പറയാ, അതവിടെ പൊട്ടി. ആ പൊട്ടിയില്ലേ, അതായത് അത് കെട്ടിയിട്ടില്ലെങ്കിൽ ടൈറ്റ് ഇല്ലെങ്കിൽ ബാറ്ററിക്ക് ചാർജ് ആവില്ല. ഡൈനാമോ വർക്കിംഗ് അല്ലെങ്കിൽ നല്ല രീതിയിൽ വർക്കിംഗ് അല്ലെങ്കിൽ ബാറ്ററിക്ക് ചാർജ് ആവില്ല. ചാർജ് ആവാതായി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി മൂവ് ആവില്ല, വണ്ടി ഓഫായി നിൽക്കും. ഒരു കുതിരച്ചാട്ടം അപ്പോൾ നമ്മുടെ നാട്ടിൽ എവിടെ ഇൻഡസ്ട്രി അവിടെ നിർത്തുന്നു, വെൽഡ് ചെയ്യുന്നു, സെറ്റ് ആവും. അങ്ങോട്ട് ചോദിച്ചേക്കാം. ओ भैया where are you from? हेलो भैया, मैं मध्य प्रदेश एमपी मध्य प्रदेश. ओ मध्य प्रदेश, ओके जय जय. മധ്യപ്രദേശിലുള്ള ഒരു പയ്യനാട്ടാ. സൈക്കിളായിട്ട് പോട്ടെ, എല്ലാവരും യാത്ര സന്തോഷിക്കട്ടല്ലേ. നമുക്കിപ്പോൾ സന്തോഷിക്കണമെങ്കിൽ ആ വെൽഡിങ് അടിച്ചിട്ടില്ല അല്ലേ. ക്ലിയർ ആയി. ഓക്കെ, ഇയാള് നമ്മളെ മൈൻഡാക്കി ഫോൺ അടിച്ചാണ്ട്. ഗൈസ്, ഞങ്ങൾ വർക്ക്ഷോപ്പിൽ വന്നു കേട്ടോ. വർക്ക്ഷോപ്പിൽ വന്നിട്ട് ഇവർ പറയണെന്താ വെച്ചാൽ ഇവരിത് വെൽഡ് ചെയ്ത് തരില്ലെന്നാണ്. ഇവർക്കിത് വെൽഡ് ചെയ്യാൻ അറിയില്ല അല്ലേ. ചോദിച്ചു. അപ്പോൾ ഒരു ദിമാപൂരിലേക്ക് പോകാനറിയാം.
ദിമാപൂരിലേക്ക് നമുക്ക് ഇവിടെ 30 കിലോമീറ്റർ അപ്പോൾ അതുകൊണ്ട് അത് നടക്കില്ല, അത് നടക്കാത്തൊരു ശ്രമമാണ്. അതുകൊണ്ട് നമ്മളെന്താട്ടോ നമ്മൾ കോഹിമേക്ക് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ പേരല്ല കേട്ടോ, കിസാമ വില്ലേജാണ്. കിസാമ നമ്മൾ കിസാമ വില്ലേജിലേക്ക് പോവാണ്. അവിടെ പോയിട്ട് ഇന്ന് സൈഡാവാം. എന്നിട്ട് അവിടെ എവിടെയൊക്കെ പോണ ബൈക്ക് ഉണ്ടെങ്കിൽ അവിടുത്തെ വർക്ക്ഷോപ്പ് ഏരിയയിലൊക്കെ ഒന്ന് കാണിക്കാം അല്ലേ, അത് നടക്കുള്ളൂ. എല്ലാ ഇപ്പന്മാര് ശരിയാക്കില്ല. അല്ല ഇവര് കയ്യിലാണ് അതിൻ്റെ പണികളെടുക്കൂല. ആകുമ്പോൾ കൂലി എടുത്തിട്ടാണ് ബിൽഡ് ചെയ്യുക. ഞങ്ങളപ്പോ എന്താ പറയാ, ചെങ്ങന്മാരെ ഈ നാഗാലാൻഡ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാലേ ഒരു മേഘാലയ കട്ടുണ്ടല്ലോ. മലനിരകളും വഴികളും മേരക്കുള്ള കയറ്റവും കാര്യങ്ങളും മലകളാണ്. വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ ഒരു നമ്മളുടെ മേഘാലയ പോലെ തന്നെ ഏകദേശം കാണും. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി അവിടെ എത്തട്ടെ, അവിടെ എത്തിയിട്ട് നോക്കാം. മെയിനായിട്ട് വിശക്കുണ്ട്. രാവിലെ ഭക്ഷണം കഴിച്ചാണ്. ഇപ്പോൾ സമയം ഒരുപാടായി. എന്തായി സമയം ഇവിടെ 1 മണി. രാവിലെ കഴിച്ചാണ്. ഓടി കഴിച്ചിട്ടേ കഴിഞ്ഞ്. വെൽക്കം ടു കോഹിമ അല്ലേ. അങ്ങനെയെങ്കിൽ ഞങ്ങൾ കോഹിമയ്ക്ക് വെൽക്കം ചെയ്തിട്ടുണ്ട്. എന്നാലേ പോകുന്ന വഴിക്ക് നമ്മൾക്ക് എന്താ ഒരു വർക്ക്ഷോപ്പ് കിട്ടി. ഈ വർക്ക്ഷോപ്പിൽ ഇവിടെ നമ്മളെ വണ്ടി കണ്ടപ്പോൾ തന്നെ ഒരു ഇങ്ങോട്ട് കയറ്റിട്ടോളിയായിരുന്നു അല്ലേ. ഇവർക്ക് എങ്ങനെ ഇത് തോന്നിയാവും. ഇവരിപ്പോൾ തന്നെ അറ്റാക്ക് ചെയ്ത വണ്ടീനെ. അപ്പോൾ വണ്ടീൻ്റെ ആ ഒരു പ്രശ്നം ഒരു തീർത്ത് തരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അടിയിൽ നിന്ന് സ്റ്റിയറിങ്ങിൻ്റെ സൗണ്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെന്താ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിർത്തിയതാണ്. കുഴപ്പമില്ല. അപ്പോൾ ഏതായാലും ഇവരെല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്താക്കി തരും. ഇതൊക്കെയാടാ കോഹിമ എന്ന് പറയുന്നത്. ഓക്കെ. ഓ ഗായ്സ്, ഈ മലന്റെ മേലെ കൂടെയാണല്ലോ ഇവര് ഈ ബിൽഡിംഗ് ഒക്കെ കെട്ടിപ്പടുത്തിട്ടുള്ളത് അല്ലേ. ഇവർക്ക് മലന്റെ ആൾക്കാരെ പോലും മേഘാലയക്കാരും അരുണാചൽക്കാരും അല്ലേ. ഇവർക്ക് ഇങ്ങനെ ഇതുള്ളൂ. ആവുമ്പോ ഒരു ഓക്കെയാണ് കേട്ടോ. നമ്മൾ ഫെസ്റ്റിവലിൻ്റെ അടുക്കല്ലേ, നമ്മളെ വണ്ടിയുടെ അടുക്കല്ലേ, ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ തിന്നണ്ടേ. ശരി, നമ്മള് ഭൂരി ഇരുന്നവിടെ. ഭൂരി ഒന്നും വലിയ സംഭവം ഇല്ലാത്തതുകൊണ്ട് അത് നിങ്ങളെ കാണിച്ചില്ല. ഏതായാലും 4 ഭൂരി ഇന്ന് അട്ടിട്ടിക്കണേ രാത്രിക്കകത്ത്. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഫുള്ളായിട്ടൊരു വർക്ക്ഷോപ്പിന്റെ ഏരിയ ആണ്. അതെ. പിന്നെ ഇതൊക്കെ നിൽക്കുന്നത് എങ്ങനെ അറിയാം, ഇതൊക്കെ പലകമല. അതായത് താഴത്തേക്ക് കോൺക്രീറ്റ് അല്ല, മരത്തിന്റെ കാലുമലാണ് നിൽക്കുന്നത്. അതുപോലെ മരത്തിന്റെ കാലുമലാണ് ഈ സാധനങ്ങൾ ഫുള്ള് നിൽക്കുന്നത്. കണ്ടാ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ശരിക്കും കാണാൻ വേണ്ടി പറ്റും. എന്നാലും അവിടെയും കൂടി ഒരു മറച്ചാണ് അല്ലേ. പിന്നെ ഇതിന് താഴെ ഭാഗത്തേക്കൊക്കെ ഇവരുടെ വീടുകളൊക്കെയാണ്. വണ്ടിൻ്റെ അടുത്ത് പോയോട്ടെ. സംഭവം നമ്മുടെ പണി തുടങ്ങിയേക്കണ്. അത് കഴിച്ചെടുക്കാൻ കുറച്ച് പണി എടുത്തു അല്ലേ. അത് കഴിഞ്ഞിട്ട് വെന്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പരിപാടി ഇവിടുത്തെ എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ പോവാണ് ലൂക്കോ. അപ്പോൾ ഇവരോട് യാത്ര പറഞ്ഞ് ഓക്കെ ഭയ്യ. हाँ, आपका नाम बोलो. അങ്ങോ. हाँ, യു റഫി അഹമ്മദ്. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. നമ്മുടെ വണ്ടി ഓക്കെ എല്ലാം റെഡിയായി. എന്നാൽ പോലെ നോക്കാം. തണുപ്പ് കൂടുന്നുണ്ട്. അപ്പത്തിന് അവിടെ എത്താൻ നോക്കട്ടെ. ഇവിടുന്ന് ഒരു 12 കിലോമീറ്റർ കൂടി നമുക്ക് പോകണം. എന്നാലും നമുക്ക് പാർക്കിംഗ് കിട്ടുള്ളൂ. കേരടാ കുട്ട. ഇതിലൊക്കെ കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണ് ഞങ്ങള്. ഇല്ലെന്നൊന്നും അറിയില്ല. ഗൂഗിൾ മാപ്പാണ്. ആ ബിൽഡിങ്ങുകളെല്ലാം ലൈറ്റ് കിട്ടി. മലനിരകളുടെ മേലെ അടിപൊളി ഇതെന്ത് ഈ റോഡ് മൊത്തം ഡെക്കറേറ്റ് ചെയ്ത് നല്ല രസങ്ങളെ കാണാം. നമ്മുടെ വണ്ടിയാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോണത്. നല്ല രസമുണ്ട് അല്ലേ. നല്ല രസമുണ്ട്. വെൽക്കം റോഡാണോ. പിന്നെ താഴത്തേക്ക് കാണാൻ നല്ല രസം. വ്യൂ ഫെസ്റ്റിവലിന് വേണ്ടിട്ടേ അതുപോലത്തെ ഒരു സംഭവത്തെ LED കൊടുത്ത. പക്ഷെ പച്ചയല്ല, വെള്ളയാണ്. റോഡിന്റെ സൈഡിലും അതുപോലെ തന്നെ ബിൽഡിങ്ങിന്റെ മേലെ കൂടെ ഉണ്ട്.
നമ്മുടെ മുന്നിൽ കാണുന്ന സംഭവം ഉണ്ടല്ലോ, അതിലങ്ങനെയാണ് നമ്മുടെ ഫെസ്റ്റിവലിലേക്ക് പോകുന്നത്, ഹോൺബിൽ ഫെസ്റ്റിവലിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അതായത് അവിടുത്തെ പാർക്കിങ്ങിൽ തന്നെയാണ് ഞങ്ങൾ ഇട്ടിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ പ്രത്യേകിച്ചൊന്നും നടക്കില്ല. നാളെ നമ്മൾ ചിലപ്പോൾ ഫെസ്റ്റിവല്, നാളത്തെ കാര്യം നാളെയാണ്. അപ്പം നാളെ പറഞ്ഞുതരാം അത്. ഞങ്ങൾ 2 വഴികളുണ്ട് ഞങ്ങൾ. അപ്പോൾ 2 വഴികളിൽ ഏത് തിരഞ്ഞെടുക്കുന്നതാണ് അറിയാത്തത്. ആ കൺഫ്യൂഷൻ തീരാൻ ടൈം എടുക്കും. അപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ ഈ നമ്മുടെ വണ്ടി ഇങ്ങനെ സൈഡാക്കിയിട്ട് ഇവിടെ നമ്മുടെ ബെഡൊക്കെ വിരിച്ച് നമ്മളങ്ങനെ കിടക്കണേ കുറച്ചുകൂടി സമയം കഴിയും. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല. എഡിറ്റിംഗ് ഉണ്ട്, വീഡിയോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പി ചെയ്യാനും മറ്റേ മറിച്ചൊക്കെ ഉണ്ട്. അപ്പം അത്തരം പരിപാടികളൊക്കെ ആയിട്ട് കുറച്ച് നേരം വൈകും. ഏതായാലും ഈ ഒരു വീഡിയോ ഞങ്ങളോട് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ നാളെ വരാം. ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ.